ഹായ് ഹലോ. നമ്മളിന്ന് എങ്ങോട്ടാണ് പോകുന്നതെന്നറിയാമോ? നമ്മളിന്ന് കാണാൻ പോകുന്നത് ഈശോയുടെ പട്ടണം എന്നറിയപ്പെടുന്ന കഫർനാമാണ്. വടക്കൻ ഇസ്രയേലിൻ്റെ ഭാഗമായ ഗലീലി കടലിൻ്റെ വടക്ക് പടിഞ്ഞാറ് തീരത്താണ് കഫർനാം പട്ടണം സ്ഥിതി ചെയ്യുന്നത്. ഈശോയുടെ കാലത്തൊക്കെ ഇവിടെയുള്ള ആളുകളുടെ പ്രധാന ഉപജീവന മാർഗ്ഗം എന്ന് പറയുന്നത് മത്സ്യബന്ധനമായിരുന്നു കേട്ടോ. എന്നാൽ ഇന്ന് ഇതൊരു ക്രിസ്ത്യൻ തീർത്ഥാടന കേന്ദ്രമാണ്. ഇവിടെ നമ്മൾ വരുമ്പോൾ ഉണ്ടല്ലോ പല സ്ഥലത്തുമായിട്ടും കഫർനാം ദ സിറ്റി ഓഫ് ജീസസ് എന്ന് എഴുതിയിട്ടുള്ള ബോർഡുകൾ പല സ്ഥലത്തായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. യേശു തൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ മുക്കാൽ ഭാഗവും ചെലവിട്ടത് ഈ കഫർനാമിലായിരുന്നു കേട്ടോ. ഈശോ ഒരുപാട് കാര്യങ്ങൾ പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ പ്രവർത്തിക്കുകയും ചെയ്ത ഈ സ്ഥലത്ത് വെച്ചിട്ടാണ്. അതുകൊണ്ടാണ് ഈശോയുടെ സ്വന്തം പട്ടണമെന്ന് ഈ കഫർനാം അറിയപ്പെടുന്നത്. അതുപോലെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ആകർഷണം എന്ന് പറയുന്നത് പത്രോസിൻ്റെ വീടും പത്രോസിൻ്റെ മെമ്മോറിയൽ ചർച്ചും അതുപോലെ ഈശോ അന്നത്തെ കാലത്ത് പഠിപ്പിച്ചിരുന്ന സിനഗോഗിൻ്റെ അവശിഷ്ടങ്ങളുമാണ്. പിന്നെ അതുപോലെ നമുക്ക് ഗലീലി കടലുണ്ട്, കടലിലെ ബോട്ട് സർവീസ് ഉണ്ട്. അപ്പം ഇതെല്ലാം കാണാനായിട്ട് നിങ്ങൾ റെഡിയല്ലേ? അപ്പം നമുക്ക് ഓരോന്നായിട്ട് കാണാം. അതിൻ്റെ ഓരോ വിശദാംശങ്ങളും എന്നെക്കൊണ്ട് അറിയുന്ന പോലെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. അപ്പം നിങ്ങൾ ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു. നമുക്ക് പോകാം. ഇങ്ങോട്ട് കയറുമ്പോൾ തന്നെ കഫർനാം ഇത് ടൗൺ ഓഫ് ദി ജീസസ് എന്ന് എഴുതി വെച്ചേക്കാം. നമ്മളിതിൻ്റെ മുന്നോട്ട് പോകുമ്പോഴുണ്ടല്ലോ ഒരു ഫ്രാൻസിസ് പുണ്യാളൻ്റെ സ്റ്റാച്ചു ആണ് ആദ്യം കാണുന്നത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരാൾ ബെഞ്ചിൽ ചാക്ക് പൊതിച്ച് മൂടി കിടക്കുന്ന കാണും. അതായത് അത് നമ്മുടെ യേശു ഹോംലെസ്സസ് ഈ ജീസസ് എന്നും പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റാച്ചു ആണ്. അതായത് 2014 ഇങ്ങനെ ഒരു സ്റ്റാച്ചു അവിടെ സ്ഥാപിതമായത്. അത് കാണുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നത് എന്താണ്? ഈശോ തന്നെ പറഞ്ഞിട്ടുള്ളൊരു വാക്യമുണ്ടല്ലേ, കുറുനരികൾക്ക് മാളങ്ങളും ആകാശപ്പറവുകൾക്ക് കൂടുകളുമുണ്ട്, എന്നാൽ മനുഷ്യപുത്രന് തല ചായ്ക്കാൻ ഭൂമിയിലിടമില്ല എന്നുള്ളൊരു വാക്കല്ലേ. ഇനി കാണാൻ പോകുന്ന കേട്ടോ നമ്മൾ പത്രോസിൻ്റെ വീടിരുന്ന സ്ഥലം. അങ്ങേയറ്റത്ത് ആ അറ്റത്ത് കാണുന്നതാണ് നമ്മുടെ പത്രോസിൻ്റെ വീടിരുന്ന സ്ഥലം. ആ വീടിൻ്റെ അവശിഷ്ടങ്ങൾക്ക് മുകളിലാണ് ഇപ്പം കാണുന്ന പള്ളി പണിതിരിക്കുന്നത്. ശരിക്കും പറഞ്ഞല്ലോ ബൈസൻ്റൈൻ കാലഘട്ടം മുതൽ ഇവിടെ പള്ളിയൊക്കെ ഉണ്ടായിരുന്നു. ആ പള്ളിയുടെ അവശിഷ്ടങ്ങൾ ആണ് ചുറ്റും കാണുന്നത്. അതായത് കുരിശുയുദ്ധ കാലഘട്ടവും തുർക്കിഷ് രാജാക്കന്മാരുടെ കാലഘട്ടത്തും ഒക്കെ ഉണ്ടായിരുന്ന പള്ളിയുടെ അവശിഷ്ടങ്ങളാണ് നമുക്കിതിനകത്ത് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ ഏറ്റവും താഴെ ഭാഗത്ത് കാണുന്നതായിരുന്നു പത്രോസിൻ്റെ വീടിൻ്റെ അവശിഷ്ടം ഉണ്ടായിരിക്കുന്നത്. ഇനി നമുക്കുണ്ടല്ലോ പള്ളിയിലേക്ക് കയറാം. പള്ളിയുടെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കര പോസിറ്റീവ് എനർജിയാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ ചുറ്റും സൈഡിൽ ഇങ്ങനെ ചെയറുകളൊക്കെ ബെഞ്ച് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് 4 സൈഡിലും. അപ്പോൾ എല്ലാവർക്കും പോയിട്ട് അവിടെ ഇരുന്നിട്ട് സൈലൻറ്റ് പ്രെയറൊക്കെ ചെല്ലാം. അവിടെ ഒന്നും ഒരു ഒച്ചപ്പാടും ഇല്ല. വളരെ കാമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. അങ്ങോട്ട് നോക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ ഒരു ബൗണ്ടറി പോലെ സെറ്റ് ചെയ്തേക്കുന്നത് നമുക്ക് കാണാം അല്ലേ. അതായത് പത്രോസിൻ്റെ വീട്ടിൽ ഈശോ ഉണ്ടായിരുന്ന സമയത്താണ് തളർവാദ രോഗിയെ കിടക്കയിൽ ചുമന്നുകൊണ്ട് വന്നത്. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവർക്ക് ആ മേൽവാതിലിൽ കൂടി അകത്തോട്ട് കയറാൻ പറ്റാതെ വന്നപ്പോൾ അവർ വീടിൻ്റെ മേൽക്കൂര പൊളിച്ച് കട്ടിലോട് കൂടി തളർവാദ രോഗിയെ താഴേക്ക് ഇറക്കി എന്നാണ് നമുക്ക് ബൈബിളിൽ കാണുവാൻ കഴിയുന്നത്. അതിനെ സൂചിപ്പിക്കുന്നതാണ് ഈ ബൗണ്ടറി. അപ്പോൾ നമ്മൾ പത്രോസിൻ്റെ വീടും അതിൻ്റെ മേലെ പണിതിരിക്കുന്ന പള്ളിയൊക്കെ നമ്മൾ കണ്ടു അല്ലേ. ഇനിയിപ്പം നമുക്ക് ഇതുണ്ട്, ഒരു പത്രോസിൻ്റെ സ്റ്റാച്ചു നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ടല്ലേ. ഒരു താക്കോൽ പിടിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റാച്ചു ആണ്. അതായത് സഭയുടെ താക്കോൽ ഈശോ പത്രോസിനെ ഏൽപ്പിച്ചു എന്നാണ് ഈ സ്റ്റാച്ചു കൊണ്ട് അർത്ഥമാക്കുന്നത്. സഭയുടെ ആദ്യത്തെ തലവനാണ് വിശുദ്ധ പത്രോസ് ലീഗ. ഈ സ്ഥാനം തലമുറകളായി കൈമാറി വരുന്നതാണ് നമ്മുടെ ഇപ്പോഴത്തെ മാർപ്പാപ്പന്മാർ. അതുപോലെ പത്രോസിൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു സിനഗോഗ് ഉണ്ടായിരുന്നു. 1-ാം നൂറ്റാണ്ടിൽ ഈശോ പഠിപ്പിച്ചിരുന്നത് ഈ സിനഗോഗിലായിരുന്നു. ഈ സിനഗോഗിൻ്റെ അവശിഷ്ടങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഈശോ പഠിപ്പിച്ചിരുന്ന സിനഗോഗിൻ്റെ അവശിഷ്ടങ്ങളാണ് കറുത്ത ഭാഗങ്ങളിൽ നമ്മളിപ്പം കാണുന്നത് കണ്ടോ. അതിനുശേഷം പിന്നീട് വന്ന സിനഗോഗുകളാണ് ഇവയൊക്കെ. അതിൻ്റെ തൂണുകളൊക്കെയാണ് ഈ കാണുന്നത്. അതായത് അതൊക്കെ ഏകദേശം 4-ാം നൂറ്റാണ്ട് മുതലുള്ള സിനഗോഗുകളുടെ അവശിഷ്ടങ്ങളാട്ടോ. യഹൂദന്മാർക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒത്തുകൂടുന്ന സ്ഥലമാണ് ഈ സിനഗോഗുകൾ എന്ന് പറയുന്നത്. അതായത് യഹൂദന്മാർക്ക് ഒരേ ഒരു ദേവാലയമേ ഉണ്ടായിരുന്നുള്ളൂ, അതായിരുന്നു ജെറുസലേം ദേവാലയം. ഇന്ന് അവർക്ക് ദേവാലയം ഒന്നുമില്ല, അത് തകർക്കപ്പെട്ടു പോയല്ലോ. അപ്പം ജെറുസലേം ദേവാലയത്തിന് പകരം ഒന്നിച്ചുകൂടി പ്രാർത്ഥിക്കാൻ വേണ്ടി യഹൂദന്മാർ തിരഞ്ഞെടുത്തേക്കുന്നതാണ് ഈ സിനഗോഗ് എന്ന് പറയുന്നത്. ഈശോ ഏറ്റവും കൂടുതൽ പഠിപ്പിച്ചിരുന്നതും ഈ സിനഗോഗുകളിൽ വെച്ചിട്ടായിരുന്നു. ഇനി നമുക്ക് ഗലീലി കടലിലേക്ക് പോകാം. അവിടുത്തെ ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അതായത് ഈ പത്രോസിൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഗലീലി കടൽ സ്ഥിതി ചെയ്യുന്നത്. എന്ന പേര് മാത്രമേ ഉള്ളൂ, ഗലീലി തടാകമാണിത് കേട്ടോ. അതായത് ലോകത്തിലെ തന്നെ 2ാമത്തെ ശുദ്ധജല തടാകമാണ് ഗലീലി എന്ന് പറയുന്നത്. ഇവിടെയാണെങ്കിൽ നല്ല എല്ലാവർക്കും വൈകുന്നേരങ്ങളിലൊക്കെ വന്ന് ചുമ്മാ കാറ്റ് കൊള്ളാനും
ഇരിക്കാനും അവിടെ കുറച്ച് ബെഞ്ചുകളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് വന്നിരിക്കാനും ഫോട്ടോ എടുക്കാനും എൻജോയ് ചെയ്യാൻ നല്ലൊരു കാറ്റും നല്ലൊരു അന്തരീക്ഷം കേട്ടോ. ഇതുണ്ട് ഇരിക്കാൻ നമുക്ക് എല്ലാവർക്കും വന്ന് അവിടെ ഇരുന്ന് ചുമ്മാ വൈകുന്നേരങ്ങളിൽ കൂടി സംസാരിക്കാനും കൂട്ടുകാരൊക്കെ കൂടി വെറുതെയൊക്കെ ഇരിക്കാനായിട്ടൊക്കെ പറ്റിയ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് കേട്ടോ. അത് ഗലീലി തടാകം കാണാൻ എത്ര മനോഹരമല്ലേ. ഗലീലി തടാകത്തിലേക്ക് വെള്ളം എത്തിക്കുന്നത് ജോർദാൻ നദിയിൽ നിന്നാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ജോർദാൻ നദിയിലേക്ക് തന്നെയാണ് ഈ ഗലീലി കടലിലെ വെള്ളം ഒഴുകി പോകുന്നതും. കടൽ കാണാൻ ഇഷ്ടമില്ലാത്ത ആരാ ഉള്ളതല്ലേ. പക്ഷെ പേര് മാത്രമാണ് കേട്ടോ ഈ കടലുള്ളത്. അതായത് സമുദ്രനിരപ്പിൽ നിന്നും 215 മീറ്ററും 209 മീറ്ററിനും താഴെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 53 കിലോമീറ്റർ ചുറ്റളവും 23 കിലോമീറ്റർ നീളവും 13 കിലോമീറ്റർ വീതിയുമാണ് ഇതിനുള്ളത്. ഗലീലി കടലിൻ്റെ ഏകദേശം ആഴം എന്ന് പറയുന്നത് 43 മീറ്ററാണ്. യേശു വെള്ളത്തിന് മുകളിൽ നടന്നതായിട്ട് വിശ്വസിക്കുന്നതിനെ തന്നെ ഈ പ്രദേശം ഗലീലി കടലിൻ്റെ പേരിലാട്ടോ അറിയപ്പെടുന്നത്. പിന്നെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദം എന്ന് പറയുന്നത് ബോട്ട് യാത്രയാണ്. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഒരു ബോട്ട് എടുത്ത് 1 മണിക്കൂറായിരുന്നു. എല്ലാവരും ഡാൻസൊക്കെ കളിച്ച് അടിച്ച് പൊളിച്ച് തകർത്ത് വാരി എന്ന് പറഞ്ഞാൽ മതി, അതുപോലെ എൻജോയ് ചെയ്ത് പോന്നു. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത ട്രിപ്പിന് ഞാൻ പോകുമ്പം അടുത്തൊക്കെ വീഡിയോ ഒക്കെ ആയിട്ട് വരാം. അപ്പം നിങ്ങളെല്ലാവരും കാണണം, എനിക്ക് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു, ബൈ ബൈ, സി യു. സുലഭമധുമയന അമൃത കുസുമദളം അതെ